ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടറും ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല, അത്രയും നന്നായിട്ട് അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതിനാദ്യമായിട്ട് ഇതിനൊരു രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇതിനെ ഈ ഉടുവിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളുണ്ട്. അത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ്. അദ്ദേഹത്തിനെ വിളിക്കുന്നത് വരും. അദ്ദേഹമാണ് ഉടുവിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഉടുവിൻ്റെ എങ്ങനെ ഇരിക്കണം ഉടു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനെ സന്തോഷിക്കുന്നു. നമുക്കിതിനെ ഉടനെ ക്രിയേറ്റ് ചെയ്താൽ പോരാ, ഇതിനെ ആനിമേറ്റ് ചെയ്യണം. ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ലൈബ്രറിയിൽ എന്നൊരു കമ്പനിയാണ്, അത് പുറത്തോട്ടൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസാണ്. അതിൽ ഒരു മലയാളിയായ തൃശ്ശൂർക്കാരനായ JB ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്ക് JBക്ക് ഇവിടെ വരാൻ പറ്റില്ല, അദ്ദേഹം ബോംബെയിലാണ്. JB എന്താണ് പറയുന്നത് നോക്കാം. സൗണ്ട് JB പറഞ്ഞത് ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. കാര്യം ഒരു ആക്ടറിൻ്റെ കൂടെയാണ് ഇയാളെ നടത്തേണ്ടത്. അപ്പം ഇതിൻ്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആദ്യം നമ്മൾ ഒരാളെ കൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് മുഴുവൻ ഉണ്ടാക്കിപ്പിച്ചു. കൂടു എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, സമ്മസോൾട്ട് ചെയ്യുന്നുണ്ട്, അയാളുടെ ബാഗിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്, ഷോൾഡറിൽ കയറിയിരിക്കുന്നുണ്ട്. ത്രൂ ഔട്ട് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്നാലോചിച്ച് ഞങ്ങളൊരാളെ കണ്ടുപിടിച്ചു. അദ്ദേഹമാണ് ഊടുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഊടുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വിളിക്കാം മിസ്റ്റർ ഗോപാലൻ. ഗോപാലനാണ് ഊടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ഊടുവിന് ശബ്ദം കൊടുക്കണം. ഒരു സാധാരണ ശബ്ദം പോരാ. ഊടുവിന് ഒരു ഹ്യൂമൻ അല്ല. ഊട് ആ സിനിമ കാണുമ്പോഴേ അറിയാവുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഊഡു മാന്ത്രിക ഒരു പാരമ്പര്യത്തിൻ്റെ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധാരണ ശബ്ദം പോലെ നാം മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടൊരാളെ കിട്ടി. അദ്ദേഹത്തെ ഞാൻ വിളിക്കാം മിസ്റ്റർ ഭാസി. ഭാസിയാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഇത്രയും ആൾക്കാരേ ഉള്ളൂ. അപ്പം ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയുടെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ സിനിമ കാണൂ. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിന് ഭാഗ്യം ഉണ്ടാകട്ടെ അദ്ദേഹത്തിനും നിങ്ങൾ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റോടെ ഇരുന്നിട്ട് എനിക്ക് പോകണം. കാര്യം എൻ്റെ ഫ്ലൈറ്റ് 3:55 ഞാൻ മദ്രാസിലേക്കാണ് പോകുന്നത്. അപ്പം വളരെയധികം സന്തോഷം. എല്ലാവർക്കും എൻ്റെ വക ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ക്രിസ്മസ് എല്ലാവർക്കും. എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് ബറോസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. സർ തീർച്ചയായിട്ടും കുറച്ച് ധൃതിയിലാണ് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ